മിനിസ്റ്റർ, ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മിനിസ്റ്റർ പഴയ ഒരു പ്രസ്താവന എടുത്തു വെച്ചിട്ട് ഇതല്ലേ അധപ്പതനം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ അത്രയും അധപ്പതനമില്ല. അദ്ദേഹത്തിൻ്റെ അധപ്പതനത്തെക്കുറിച്ച് നിങ്ങളാണ് പറഞ്ഞത്, ഞാനല്ല. പറയാൻ യോഗ്യനായ ആൾ തന്നെയാണ്, വളരെ യോഗ്യനാണ്. അദ്ദേഹം യോഗ്യനാണെന്ന് തെളിയിച്ചു. അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അനുദിനം. ഇനി ആരൊക്കെ വരാൻ പോകുന്ന അറിയത്തില്ല. ഏതായാലും ഞാൻ അദ്ദേഹം ചെയ്ത കണക്കുള്ള പണിയെന്നും പറഞ്ഞ് ആരും വന്നിട്ടില്ല. മനുഷ്യ വീട്ടിൽ ഇപ്പോഴും ശത്രുക്കളുണ്ടെന്ന് കരുതുന്നുണ്ടോ? വീട്ടിൽ ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ, എടുത്തു നോക്കും. ഇന്നും ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? വീട്ടിനകത്ത് ശത്രു ഉണ്ടായിരുന്നല്ലോ പണ്ടും, വീട്ടിൽ നിന്നാണല്ലോ. അല്ലാതെ എന്നെ എന്നാണ് ജനങ്ങൾ എതിർത്തത്? എന്നെ എന്നാണ് അപ്പുറത്തു നിന്ന് നിയന്ത്രണത്തിൽ വരും. ചില ആളുകളുടെ നിയന്ത്രണത്തിൽ വരുമ്പോൾ ചട്ടുകമായി മാറും ചില ആളുകൾ. സുപ്രധാന സമയങ്ങൾ താങ്കൾ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിനും ആ സമയത്തൊരു ആരോപണം വന്നു. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിവിടെ നിന്ന് വന്നു, വെളിയിൽ നിന്ന് വന്നു. ആ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല. കേരളത്തിൽ എൻ്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ടെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചത്. പക്ഷേ എൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ല. ഒരു സിവിൽ കേസാണ് എൻ്റെ പേരിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നതാണ് ഈ പ്രശ്നം. ഞാൻ ആരെയും അവിശ്വസിക്കാറില്ല. ഞാൻ എല്ലാവരോടും ഫ്രീ ആയിട്ട് ഇടപെടും. പിന്നെ ഇത് നിങ്ങൾ കണ്ടോളൂ, എൻ്റെ ആ ഒരു നിഷ്കളങ്കതയുണ്ട്. ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന നിഷ്കളങ്കതയുണ്ട്. അത് എന്നെ സഹായിക്കും. അത് മാത്രമാണ്, അത് ദൈവവിശ്വാസമാണ്. വെറുതെ പറയുന്നവർക്ക് ചീത്തയാവാന്നുള്ളതല്ല. എന്നെ പറ്റി വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ സ്ത്രീകളാണ്. ഇന്നൊരു ദിനപത്രത്തിൽ വന്നത് അവർക്ക് കുശുമ്പ് കൊണ്ട് നടക്കില്ലേ? അവരെ മേയറാക്കാതെ രാജേഷിനെ മേയറാക്കിയതിന് കുശുമ്പ് കൊണ്ട് പിണങ്ങി വീട്ടിയിരിക്കുന്ന MLA അടിച്ചത് എനിക്ക് അങ്ങനെ അറിയാം. അവർ പറഞ്ഞിരിക്കുന്ന BJP-കാരിയാണ്, ഞാൻ LDF-കാരനാണ്. അല്ല, ഈ സ്ത്രീ 112 വിളിച്ച് പരാതി പറഞ്ഞത് ആർക്കും വിളിച്ചൂടെ? വട്ടുമൂത്താൽ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ? 112 ഈ പത്രത്തിൽ വന്ന വാർത്തകൾ ആരോപണങ്ങളായി മാത്രം അതങ്ങ് തള്ളിക്കളയാണ്. അതിനകത്ത് ആരോപണമാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയും. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണ്, ഞാനൊരു നല്ല MLA ആണ്. ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ? ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു? ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞു. ഭൂരിപക്ഷം കൂടും. ഇതെനിക്ക് ഭൂരിപക്ഷം കൂട്ടലുണ്ടാക്കി തരും. ഇതെനിക്ക് ഭൂരിപക്ഷം കൂട്ടലുണ്ടാക്കി തരും. കാരണം വെച്ചാൽ ഇവനെ ഇനിയും തുടങ്ങിയോ, പഴയതുപോലെ ഇലക്ഷൻ എടുത്തപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങിയോ എന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതെനിക്ക് ഈ നിൽക്കുന്ന സഹോദരിമാർ എനിക്ക് കൂടുതൽ വോട്ട് ചെയ്യും. ഞാൻ ഉറപ്പിച്ചു പറയാം. അവർ പറയുന്നത് അവരെനിക്ക് വോട്ട് ചെയ്യും. പാവങ്ങളാണ്, ഞാൻ ജയിക്കും. ഭൂരിപക്ഷം ജയിക്കും. ഈ സഹോദരിമാരോടുള്ളിടത്തോ അങ്ങനെ എന്നെ തോപ്പിക്കാൻ പോകില്ല. അത് കൈവച്ചിരുന്നാൽ മതി. അതിനെ അവരെ വെറുപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഇത്തരം കഥ ഇറക്കുന്നെങ്കിൽ കൈവച്ചിരുന്നാൽ മതി. എനിക്കതിലൊന്നും ഒരു ഭയമില്ല. പിന്നെ വ്യക്തിപരമായ കാര്യം, വീട്ടിനകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. പക്ഷേ നിങ്ങളുടെ എനിക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല, കേരളത്തിലെ ജനതയോട് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. പ്രണയം ഒരു കുറ്റമല്ല. നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്, എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യം, മമ്മൂട്ടിയെ വിട്ടോ, മോഹൻലാലിനെ വിട്ടോ, മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പിന്നാന്നോ പാവപ്പെട്ട എന്നെ? മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പാവപ്പെട്ട എന്നെ വിടുവോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെ പിടിച്ചുകൂടെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രണയം ഉണ്ടായിരുന്നു, ഏറ്റവും നല്ല പ്രണയം ഉണ്ടായിരുന്നു, അത് ആസ്വദിച്ച ഒരു മഹാനായ നേതാവാണ് ജവഹർലാൽ നെഹ്റു. മാധവിക്കുട്ടി, നമ്മുടെ ഇദ്ദേഹം പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള, MD വാസുദേവൻ, ഇവരെല്ലാം പ്രണയത്തെക്കുറിച്ച് പറയുകയും അതിനെപ്പറ്റി ആസ്വദിക്കുകയും ചെയ്തവരാണ്. നിങ്ങളിപ്പോൾ ഒരു ആസ്വദിക്കുന്നില്ലേ? ഈ വ്യക്തിപരമായ പ്രശ്നങ്ങൾ അത് പുറത്തേക്കിട്ട് വലിയ ചർച്ചകൾക്ക് വഴി അല്ല, എന്തിനാ ഈ മനസ്സിലാകുന്ന ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ മദ്യപിക്കുന്നു, രാഷ്ട്രീയം അയാളുടെ സൗകര്യമില്ലയോ? അയാളുടെ സൗകര്യമില്ലയോ അത്? പിന്നെ മറ്റേ ആളെക്കുറിച്ച് പറഞ്ഞ കാര്യം, എൻ്റെ അടുത്ത് മറ്റേ IVF നടത്തുന്ന കടകളിലെ ആ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ IVF നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. കാരണം ഇദ്ദേഹം വന്നോടി പിന്നെ ഇദ്ദേഹം നോക്കിക്കോളും. ഈ അബോർഷൻ നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അയാളാണോ എന്നെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്? രണ്ടും അടച്ചു, സത്യമല്ലേ? ഡോക്ടർമാർക്ക് പണിയില്ലാതായി, രണ്ടും അവരെ ഏറ്റെടുത്തു. അത്തരം ആളുകളാണോ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത്? അവർക്ക് വേണ്ടി കുഴലുവാൻ നടക്കുന്നവന്മാരല്ലേ അത് അഭിപ്രായം പറയുന്നത്? പത്തനാപുരത്ത് എടുത്ത അഭിപ്രായം പറയുന്നത് അവൻ്റെ പ്രധാന ജോലി പാറ പൊട്ടിപ്പും അഴിമതിയും കൊള്ളയും പിടിച്ചു പറയുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ദയനീയമായി തോറ്റ ആളാണ്. അതിനൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട. കല്യാണം കഴിച്ച് 2 പിള്ളേരായിട്ടും KSU എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ എന്തോ പറയാനാണ്? അതിനെന്താ, നമ്മൾ രാഷ്ട്രീയമായിട്ടങ്ങ് നേരിടും. വേറെ കാര്യം എന്താ? വാർത്താ സമ്മേളനം വിളിച്ചാൽ നിങ്ങൾ വാർത്ത കൊടുക്കും, അത് കാണും. ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കത്തില്ല. എൻ്റെ വോട്ട് കൂടും. നിങ്ങൾക്കൊരു സംശയം വേണ്ട. പത്തനാപുരത്തുകാർക്ക് എന്നെ അറിയാം. 25 കൊല്ലമായിട്ട് എന്നെ അറിയാം. എൻ്റെ എക്സ്റേ വരെ അവർക്കറിയാം. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവരോടൊക്കെ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അവരോട് ചോദിക്കും. ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ അവരോടും ചോദിക്കും ഞാൻ എത്ര സ്നേഹത്തോടെ പെരുമാറും. അവരെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടുന്നവരാണ്. ഇന്ന് ഈ നിൽക്കുന്ന ഈ നഗറിൽ കാണുന്ന എല്ലാ ഐശ്വര്യവും
ഞാൻ കൊണ്ടുവന്ന എൻ്റെ പാർട്ടിക്കാരനാണ് ഈ നിൽക്കുന്ന മെമ്പർ. ഇയാളെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് ഈ നഗറിൽ കാണുന്ന ഏത് റോഡും എല്ലാ റോഡും ക്ലിയറാണ്. ഒന്ന് ഓടിച്ചു നോക്കി, വണ്ടിയൊന്ന് ഓടിച്ചു നോക്കി, എല്ലാ റോഡും ക്ലിയറാണ്. എല്ലാ വീട്ടിലും കുടിക്കാൻ വെള്ളമുണ്ട്. ഇതൊരു നഗരമാണ്, ഒരു SC നഗരമാണ്. ഈ നഗറിൽ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ എല്ലാവരുടെയും വീട്ടിൽ കുടിക്കാൻ വെള്ളമുണ്ട്, ശുദ്ധീകരിച്ച വെള്ളം. അതാണ് ഗണേഷ് കുമാർ, അല്ലെ മറ്റതല്ല ഗണേഷ് കുമാർ. അവർ സൂഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. ഇത് തന്നെ സുഖമല്ലേ, ഇത് വായിക്കുന്ന ഒരു സുഖം. മനസ്സിലായി? ഈ സിനിമയിൽ നിൽക്കുന്ന കാലത്ത് ഇങ്ങനെ സംഭവമുണ്ട്. ഇപ്പോൾ ഗണേഷ് കുമാറും വേറൊരു നടിയുമായിട്ട് പ്രണയമാണെന്ന് പറഞ്ഞാൽ ആ നടിയെ അറിയാം, ഗണേഷ് കുമാറിനെ അറിയാം. കൊള്ളാലോ, എളുപ്പം. ഞാനും സുമതിക്കുട്ടി അമ്മയും തമ്മിൽ പ്രണയത്തിലാണെന്ന് പറഞ്ഞാൽ സുമതിക്കുട്ടി അമ്മ ആർക്കും അറിയത്തില്ല, എന്നെ മാത്രമേ അറിയത്തുള്ളൂ. രണ്ടുപേരെയും അറിയാവുന്നവരാണെങ്കിൽ നല്ലൊരു രീതിയിൽ. ഇതൊരു രോഗമാണ്. ഇത് നമ്മൾ മലയാളിക്ക് ഈ ഒരു പീപ്പിംഗ് ടെൻഡൻസി എന്നൊരു സ്വഭാവം ചില ആൾക്കാരുണ്ട്. ഭൂരിപക്ഷത്തിനില്ല, കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ ഭാഗമാണ്. അവർ പീപ്പിയിട്ട് ഒളിഞ്ഞു നോക്കിയാൽ പലതും കാണാം എന്നൊരു ചൊല്ലുണ്ട്. തെരഞ്ഞെടുപ്പിലൊരു കാര്യം ചിലർ പറയുന്നത് 5 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 6ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് ബാലകൃഷ്ണപിള്ള ഒരു പരാജയത്തിലേക്ക്. അതൊക്കെ ജാതകം നോക്കിയാണ് ചെയ്യുന്നത്. ഈ പിന്നെ പത്തനാറ് നിയമത്തിൽ പണ്ട് പറയായിരുന്നു ഒരു MLA 2 പ്രാവശ്യം പുള്ളി ജയിച്ചിട്ടില്ല. അങ്ങനൊരു അനാചാരം ഉണ്ടായിരുന്നു. ഒരു MLAയും ഇവിടെ 2 പ്രാവശ്യം പുള്ളി ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ 5 തവണ ജയിച്ചില്ലേ. ഇതൊക്കെ അനാചാരങ്ങളോ അന്ധവിശ്വാസങ്ങളാണ്. ഇത് പിന്നെ പൂച്ച കുറുക്കിനെ അടിക്കും എന്നൊക്കെ പറയുന്നതിനൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളാണ്. കുന്താനിയും കൊണ്ട് വരുന്ന ആളിനെ കണ്ട ശകുനപ്പഴയാണ്. അയാൾ വന്ന് വീട്ടിൽ പറമ്പിൽ കിളച്ച് മരച്ചീനിയും വാഴയും വെച്ച് തന്ന് അതെടുത്ത് തിന്നുന്നതിൽ ഒരു ദണ്ണമില്ല. അതുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങനെ രാശിയും ഗീശിയൊന്നുമില്ല. ജനങ്ങൾ നന്മ ചെയ്തിട്ടുണ്ട്, അവർ ജയിപ്പിക്കും. അതിന് ഏത് രാശിയായാലും കുഴപ്പമില്ല, ഏത് ചെന്നിരാശിയായാലും കുഴപ്പമില്ല. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഞാൻ ഇലക്ഷൻ എടുത്തപ്പോൾ ഇന്നലെ NSS ജനറൽ സെക്രട്ടറി എന്നോട് ആവശ്യപ്പെടുകയൊന്നും ചെയ്യാത്ത, അദ്ദേഹം പോലും അറിയാത്ത കാര്യങ്ങൾക്ക് അദ്ദേഹം തീരുമാനിക്കും. എൻ്റെ കാര്യത്തിൽ അദ്ദേഹം എന്നോട് പറയുകയാണ്, ഗണേഷ് കുമാർ നിങ്ങൾ രാജിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ആ നിമിഷം രാജിവെക്കും. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ പിതാവിൻ്റെ മരണശേഷം എൻ്റെ പിതൃസ്ഥാനീയനായി നിന്ന് എന്നെ അനുഗ്രഹിക്കുകയും സഹായിക്കുന്ന വ്യക്തിയാണ് NSS ജനറൽ സെക്രട്ടറി. പറയാൻ എനിക്ക് യാതൊരു ലജ്ജയുമില്ല, അഭിമാനമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ മരിക്കുന്നതും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ സുകുമാരൻ നായരുടെ കാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ നിൽക്കണം എന്ന് എൻ്റെ അച്ഛൻ മരിക്കുന്നതിനും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പാലിച്ചിരിക്കും. അതിന് എനിക്ക് പിന്നെ സ്ഥാനമാനങ്ങൾ പ്രശ്നമല്ല. അദ്ദേഹം എനിക്ക് തന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറയാം, സാറേ ഒന്നും വേണ്ട, ഇനി ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹമാണ് എന്നെ ഡയറക്ടർ ബോർഡിലേക്ക് എടുത്തത്. എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ്, നാളെ രാവിലെ ഇവിടെ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് ഈ തന്നത്. അദ്ദേഹം തീരുമാനിക്കും അക്കാര്യങ്ങളിൽ. അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. NSSനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ അനുസരിക്കുന്ന ഒരു മകനെ പോലെ ഒരാളാണ്. ഞാൻ പ്രായത്തിൽ വളരെ കുറവാണ്. അദ്ദേഹം ഇതിനെ നയിച്ച് പരിചയമുള്ള വലിയ NSSൻ്റെ വലിയ നേതാവാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. അദ്ദേഹം എങ്ങനെ പറയുന്നു അതുപോലെയായിരിക്കും പത്തനാപുരം താലൂക്കിൻ്റെ മുന്നോട്ടുള്ള പോകുന്നത്. ഇപ്പോൾ എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കില്ല, അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ പരിചയസമ്പന്നനാണ്. പക്ഷേ അദ്ദേഹത്തെ പോലെ പരിചയസമ്പന്നനായ സുകുമാരൻ നായർ സാർ പറയുമ്പോൾ ഞാൻ എൻ്റെ ഈ താലൂക്കിനെ എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് ജനറൽ സെക്രട്ടറി ആയിരിക്കും. യാതൊരു സംശയമില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ കസേരയിൽ ഇരിക്കുന്നുള്ളൂ എന്ന് പറയുക, ഈഴവർ എനിക്കെതിരാണെന്ന് പറയുക, ഒന്നുമില്ല. ആരും എനിക്കെതിരല്ല. എനിക്ക് ജാതിയില്ല, മതമില്ല. ഞാനൊരു കലാകാരനായി ജീവിച്ചാണ്. എനിക്ക് ജാതി മതമില്ല. ഞാൻ ഇന്ന് വരെ ഒരാളോടും നിങ്ങളേത് ജാതിയാണെന്ന് ചോദിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലൊരു കാര്യത്തിൽ വരുന്ന നിങ്ങളേത് പാർട്ടിയാണെന്ന് ചോദിച്ചിട്ടില്ല. അതിലെനിക്ക് അഭിമാനവും. അത് ഈ നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. പറയുന്നവർക്ക് ഏത് ലേഖയ്ക്കാണെങ്കിലും എന്ത് വേണമെങ്കിലും വന്നവരാണ്. പണ്ടൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ നാനയും വെള്ളി നക്ഷത്രവും വന്നപ്പോൾ ഒരു ഗോസിപ്പ് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ വന്നില്ല. ഇപ്പോൾ ഗോസിപ്പാണ്. വരട്ടെന്നേ, നല്ലതല്ലേ. ഒന്നുമില്ല, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് കേട്ട് ആസ്വദിക്കാമല്ലോ. ഈ രംഗങ്ങളൊക്കെ ഇങ്ങനെ ചിത്രീകരിച്ച് എന്നപ്പം മാറി സൗന്ദര്യപ്പണക്കമായിട്ട് മാറി മരത്തിൻ്റെ മൂട്ടി പോയി ഞാനെന്തോ പറയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.